നിങ്ങളൊരു പാരൻ്റ് ആകാൻ ആഗ്രഹിക്കുന്നവരാണോ? പാരൻറ്റിങ് എന്ന് പറയുന്നത് വളരെയധികം റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. വൺസ് നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്നൊരു തിരിച്ചുപോക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതിലൊന്നാമത് ഹെൽത്താണ്, രണ്ടാമത് ഏജ് ആൻഡ് ടൈം, മൂന്നാമത് ഫുഡ്, നാലാമത് ജോബ് റിലേറ്റഡ്, അതായത് നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ പിന്നീട് വരുന്നത് യൂസ് ഓഫ് ഡ്രഗ്സ്, ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ്. ഇനി ഓരോന്നായി നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ ഹെൽത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു പ്രഗ്നൻസിയിൽ 2 പാർട്ട്നേഴ്സും ഒരു ബേബിയെ വെൽക്കം ചെയ്യാൻ ഈ മെൻ്റലി ഈക്വലി പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളത് മെൻ്റൽ ഹെൽത്തിനെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തിനെ നോക്കുകയാണെങ്കിൽ തൈറോയിഡ് പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഹോർമോണൽ റിലേറ്റഡ് ഇഷ്യൂസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇങ്ങനെ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഫെർട്ടിലിറ്റി റേറ്റിനെ കുറയ്ക്കാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് എത്രയും പെട്ടെന്ന് അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ബോഡി വെയ്റ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഓവർ വെയ്റ്റ് ഉള്ള ഒരാളാണെങ്കിലും അതുപോലെ അണ്ടർ വെയ്റ്റ് ഉള്ള ഒരാളാണെങ്കിലും രണ്ടും ഫെർട്ടിലിറ്റി റേറ്റിനെ കുറയ്ക്കും. അതുകൊണ്ട് തന്നെ കറക്റ്റ് നിങ്ങളുടെ ലെങ്ത്തിനനുസരിച്ചിട്ടുള്ള വെയ്റ്റ് ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഫുഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രഗ്നൻസിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 മെയിൻ ന്യൂട്രിയൻസ് നമ്മുടെ ഫുഡിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊന്നാമത് ഫോളിക് ആസിഡ്, രണ്ടാമത് കാൽഷ്യം, മൂന്നാമത് അയൺ, 4 വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ ഇത്രയും ന്യൂട്രിയൻസ് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡഡ് ആവണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. ബാലൻസ്ഡ് ഡയറ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ചോദിച്ചാൽ മെയിനായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉറപ്പായിട്ടുണ്ടായിരിക്കണം. പിന്നീട് മിൽക്ക്, അതുപോലെ മിൽക്ക് പ്രൊഡക്ട്സ്, ഓട്സ്, പോറിഡ്ജ്, മുസ്ലി, ബാർലി, കോൺ, മില്ലറ്റ് തുടങ്ങിയ ഹോൾ ഗ്രെയിൻസ് ആൻഡ് സിറിയൽസ്, അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഇറച്ചി വർഗ്ഗങ്ങൾ, മുട്ട, മത്സ്യം തുടങ്ങിയവ, പയറുവർഗ്ഗങ്ങൾ, നട്ട്സ് തുടങ്ങിയ എല്ലാം നമ്മുടെ ഫുഡിൽ നിർബന്ധമായിട്ട് ഉൾപ്പെട്ടാൽ അതൊരു ബാലൻസ്ഡ് ഡയറ്റായി എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻറ്റിനേറ്റൽ സപ്ലിമെൻ്റ് എന്നറിയപ്പെടുന്ന ഫോളിക് ആസിഡ്. അത് നമ്മുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഒന്നും ഉണ്ടാകാതെ പ്രിവെൻറ്റ് ചെയ്യാനാണ് സഹായിക്കുന്നത്. അതുപോലെ അടുത്തതായിട്ട് വരുന്നത് ഏജ് ആണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് 20 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള പ്രായമാണ് ഏറ്റവും കൂടുതൽ ഫെർട്ടൈൽ ആയിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത്. ഫെർട്ടിലിറ്റി കൂടുതലായിരിക്കും ആ ടൈമിൽ. അതുപോലെ തന്നെ സ്ത്രീകളുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി ആ ടൈമിൽ വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ആ സമയത്ത് നമ്മൾ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ കുറഞ്ഞിരിക്കും. ഇതുപോലെ പുരുഷന്മാരിൽ നോക്കുകയാണെങ്കിൽ 22 വയസ്സിനും 35 വയസ്സിനും ഇടയിലാണ് അവരുടെ ഗോൾഡൻ പീരീഡ് എന്നറിയപ്പെടുന്നത്. ആ ടൈമിൽ സ്പേം കൗണ്ടും അതുപോലെ മോട്ടിലിറ്റി റേറ്റും, സ്പേമിൻ്റെ ചലനശേഷി മോട്ടിലിറ്റി റേറ്റും വളരെയധികം കൂടുതലുള്ള സമയമാണ്. അപ്പോൾ ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ മേൽപ്പറഞ്ഞ ഏജ് സമയത്താണ് പ്രഗ്നൻസി സാധ്യത ഏറ്റവും കൂടുതലുള്ളത്. അതുപോലെ തന്നെ നമ്മൾ സമയം പറയുകയാണെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് സ്ത്രീകളുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഏത് പീരീഡിലാണെന്ന് ചോദിച്ചാൽ അതിനാദ്യം നമ്മൾ ഓവുലേഷൻ നടക്കുന്ന ഡേറ്റ് അറിയണം. ഓവുലേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പീരീഡ്സ് തുടങ്ങുന്ന ഡേറ്റ് എന്നാണോ ആ ഡേറ്റിന് 14 ദിവസം മുൻപുള്ള ഡേറ്റ് ആയിരിക്കും നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ്. അപ്പോൾ ഇത് ഓരോ സ്ത്രീകൾക്കും മെൻസ്ട്രൽ സൈക്കിൾ ഡിഫറെൻ്റ് ആയിരിക്കും. അതനുസരിച്ച് ഓവുലേഷൻ ഡേറ്റിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത് വിശദമായിട്ട് അറിയണമെങ്കിൽ ഞാൻ അതിൻ്റെ ആ ഒരു ഡേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നത് മാത്രം വെച്ചിട്ടൊരു വീഡിയോ കൂടി ചെയ്യാം. ഇനി ഈ പറയുന്ന ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓവുലേഷൻ ഡേറ്റിന് മുൻപുള്ള ഒരു 5 ദിവസവും ആ ഓവുലേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള വെരി നെക്സ്റ്റ് ഡേയുമായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ പ്രഗ്നൻ്റ് ആവാൻ ചാൻസ് ഉണ്ടാവുക. കൃത്യമായ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാണെങ്കിൽ ഫെർട്ടിലിറ്റി ചാൻസ് ആ ടൈമിൽ പ്രഗ്നൻസി ചാൻസ് വളരെയധികം കൂടുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ യൂസ് ഓഫ് ഡ്രഗ്സ്, ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ്, ഈ 3 ശീലങ്ങളും നമ്മൾ ഒഴിവാക്കിയില്ലാന്നുണ്ടെങ്കിൽ ഫെർട്ടിലിറ്റി റേറ്റിനെ വളരെയധികം കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. ഇനി ജോബ് റിലേറ്റഡ് കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നത് നിങ്ങൾ ഏതെങ്കിലും റേഡിയേഷൻസുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ കെമിക്കൽസിൻ്റെയൊക്കെ എക്സ്പോഷർ ഉണ്ടാകുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ വൺസ് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ആ ടൈമിൽ ജോലിക്ക് പോകുമ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യാം, അത് ആ ഒരു കെമിക്കൽസും അതുപോലെ തന്നെ റേഡിയേഷൻസും ഒക്കെ നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും നമ്മുടെ പ്രഗ്നൻസിയൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ അത് മേക്കപ്പ് ചെയ്ത് പോകാം എന്നുള്ളത് നമ്മൾ അവിടെ ഒന്ന് മുൻകൂട്ടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രൊലോങ്ഡ് സിറ്റിങ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് നേരം നടക്കുക, ഒരേ പോസ്റ്ററിൽ ഒരുപാട് നേരം ഇരിക്കുക, ആ പോസ്റ്റർ ചേഞ്ച് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടോ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി ഒന്ന് ആലോചിക്കണം. അപ്പോൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് എങ്ങനെ ജോലിയും പ്രഗ്നൻസിയും കൂടി ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനുള്ള രീതികളൊക്കെ ഒന്ന് ചിന്തിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപ് വളരെ കൂളായിട്ട് ആ ഒരു പ്രോസസ്സിലോട്ട് ഹാപ്പി ആയിട്ട് ആ ഒരു ജേണി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും.